മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേമലു സിനിമയിൽ റീനുവിന് ആദ്യ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നൽകുന്നത് വെറുമൊരു 10 രൂപ നോട്ടാണ്. ഇതിൽ എന്താണ് എന്ന് കരുതി നോക്കുമ്പോൾ റീനുവിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ആ നോട്ടിൻ്റെ സീരിയൽ നമ്പർ. ആ ഒരു സീൻ കണ്ട നമ്മളിൽ പലർക്കും ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനോ അതല്ലെങ്കിൽ വൈഫിനൊക്കെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ ഇങ്ങനെയുള്ള നോട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടാകാം. ഇതെങ്ങനെ കിട്ടും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകാം. അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നോട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണെന്ന് കിട്ടുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ടൊരു കുഞ്ഞ് റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. നസ്ലിൻ, മമിത ബൈജു എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ പ്രേമലു വളരെ മികച്ച ഒരു വിജയമാണ് മലയാളത്തിൽ നേടിയത്. മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും വളരെയധികം ഈ ഒരു ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു. 135 കോടിയാണ് ഈ ഒരു ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തത്. തിയേറ്ററിലെ വലിയ വിജയത്തിന് ശേഷം ഈ ഒരു ചിത്രം OTTയിലും വളരെയധികം ശ്രദ്ധ നേടി. ഇതോടെ കൂടുതൽ ആളുകളിലേക്ക് ഈ സിനിമ എത്തി. തിയേറ്ററിൽ ഓടിയിരുന്ന സമയത്ത് മുതൽ തന്നെ സിനിമയെ ചുറ്റിപ്പറ്റി ഉയർന്നിരുന്ന ചർച്ചകൾ ഇതോടെ കൂടുതൽ സജീവമായി. അത്തരത്തിൽ ഇപ്പോൾ പ്രേമലുവിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചർച്ചകളിൽ ഇന്ത്യൻ കറൻസിയും ഒരു ആപ്പും ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നു. പ്രേമലുവിലെ നായികാ കഥാപാത്രമായ റീനുവിന് അവളുടെ പിറന്നാൾ ദിനത്തിൽ ബെസ്റ്റിയായ ആദി പിറന്നാൾ സമ്മാനമായി നൽകുന്നത് ഒരു 10 രൂപ നോട്ടാണ്. വെറും ഒരു 10 രൂപ നോട്ട് പിറന്നാൾ സമ്മാനമായി കൊടുക്കുന്നത് കണ്ട് നായകൻ സച്ചിനും സുഹൃത്ത് അമൽ ഡേവിസും ആദിയുടെ സമ്മാനത്തെ കളിയാക്കുന്നു. എന്നാൽ നോട്ട് പരിശോധിച്ച റീനു അതിലെ സീരിയൽ നമ്പറിൻ്റെ സ്ഥാനത്ത് തൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തീയതി കണ്ട് ആശ്ചര്യപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. തനിക്ക് ഈ സമ്മാനം വളരെ സ്പെഷ്യലാണെന്നും താനിത് എന്നേക്കുമായി സൂക്ഷിക്കുമെന്നും റീനു ആദ്യ അറിയിക്കുന്നു. അങ്ങനെ ആദ്യ അവിടെ സ്കോർ ചെയ്യുന്നു. ആദ്യ നൽകിയ സമ്മാനം റീനുവിന് പ്രിയപ്പെട്ടതാകാൻ കാരണം അതിൽ അവളുടെ പിറന്നാൾ തീയതി ഉണ്ടായിരുന്നു എന്നതാണ്. ഇത് കാണുന്ന സച്ചിൻ്റെ സുഹൃത്ത് അമൽ ഡേവിസ് റിസർവ് ബാങ്ക് ഇപ്പോൾ പിറന്നാൾ തീയതി വെച്ചാണോ നോട്ടടിക്കുന്നതെന്നും വ്യാജ നോട്ടടിച്ചതിന് പോലീസ് വന്ന് റീനുവിനെ അറസ്റ്റ് ചെയ്യുമോ എന്നുമൊക്കെ ആദ്യയോട് ചോദിക്കുന്നുണ്ട്. ഈ സീൻ കണ്ട ചില പ്രേക്ഷകർക്കും ബർത്ത്ഡേ സ്പെഷ്യൽ നോട്ടിനെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ടായേക്കാം. OTT റിലീസിന് പിന്നാലെ നോട്ടിലെ ബർത്ത്ഡേ തീയതിയുടെ രഹസ്യം തിരഞ്ഞും അങ്ങനെയുള്ള നോട്ട് ഒപ്പിക്കാനും അതുവഴി ആദിയുടെ നമ്പർ ആവർത്തിച്ച് പ്രിയപ്പെട്ടവർക്ക് മറക്കാനാകാത്ത സമ്മാനം നൽകാനുമൊക്കെ പലരും അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഈ അന്വേഷണങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ചെന്ന് നിൽക്കുക ഒരു ആപ്പിലേക്കായിരിക്കും. പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലുമൊക്കെ ലഭ്യമായിട്ടുള്ള ഗ്രീൻ പിസ്ത എന്ന ആപ്പിലേക്കായിരിക്കും. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ബർത്ത്ഡേ തീയതികളും മറ്റ് തീയതികളും അടങ്ങിയ നോട്ടുകൾ കണ്ടെത്താൻ ഈ ആപ്പ് സഹായിക്കും. എന്നാൽ നോട്ടിൻ്റെ പ്രാധാന്യമനുസരിച്ച് ഓരോ നോട്ടിനും ആപ്പിൽ ഒരു നിശ്ചിത തുക നിശ്ചയിച്ചിട്ടുണ്ടാകും. ഇത് 2000 മുതൽ എത്ര മുകളിലേക്ക് വേണമെങ്കിലും പോകാം. സിനിമാ താരങ്ങളുടെയും മറ്റ് സെലിബ്രിറ്റികളുടെയും ജനനത്തീയതി അടിസ്ഥാനമാക്കിയുള്ള നോട്ടുകൾക്കൊക്കെ വൻതുകയാണ് നൽകേണ്ടി വരിക. നമ്മൾ വേണ്ട നമ്പർ ഈ ആപ്പിൽ സെർച്ച് ചെയ്ത് നോക്കാം. അത് ലഭ്യമാണെങ്കിൽ അതിനൊപ്പം അതിൻ്റെ തുകയും കാണും. ഈ നിശ്ചിത തുക നൽകി ഈ നോട്ട് സ്വന്തമാക്കുകയും പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കുകയും ചെയ്യാം. കാശ് അങ്ങോട്ട് നൽകി കാശ് വാങ്ങാൻ മാത്രമല്ല, കാശിറക്കി കാശ് വാരാനുള്ള അവസരവും ഈ ആപ്പ് ഒരുക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. അതായത് നാം ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഫാൻസി നമ്പറിലുള്ള നോട്ടുകൾ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ആപ്പിലുണ്ട്. ഈ നോട്ട് സ്കാൻ ചെയ്ത് ഈ ആപ്പിലൂടെ വിൽപ്പനയ്ക്ക് വയ്ക്കാം. നമ്മൾ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന നോട്ടുകൾ ആരെങ്കിലും ഓർഡർ ചെയ്താൽ നല്ലൊരു തുക അതിലൂടെ നമുക്ക് നേടാനും സാധിക്കും. വിൽപ്പനയ്ക്ക് വയ്ക്കുമ്പോൾ ഫാൻസി നമ്പറുകളുള്ള നോട്ടുകൾ തന്നെ വേണമെന്നില്ല. നമ്മളുടെ കയ്യിലിരിക്കുന്ന നോട്ടിലെ സാധാരണ നമ്പരാകും ചിലപ്പോൾ മറ്റാരുടെയെങ്കിലും ജീവിതത്തിലെ നിർണായക നമ്പർ. അതിനാൽ താല്പര്യമുള്ളവർക്ക് കയ്യിലിരിക്കുന്ന ഏത് നോട്ടും ഈ ആപ്പിൽ സ്കാൻ ചെയ്ത് വിൽപ്പനയ്ക്ക് വെക്കാവുന്നതാണ്. കിട്ടിയാൽ ഊട്ടി. അതേസമയം ഈ ആപ്പ് ആയാലും ഏത് ആപ്പ് ആയാലും ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സുരക്ഷ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇതുപോലെയുള്ള കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.